ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള അടാണ് കേട്ടോ. എല്ലാ വർഷവും പെരുന്നാൾ വരുമ്പോൾ ഞങ്ങൾ ഈ അടാണ് ഉണ്ടാക്കാറുള്ളത്. കുഞ്ഞു നാൾ തൊട്ടേ ഈ അട തിന്നിട്ടുള്ള ഓർമ്മയാണ് ഉള്ളത്. ചെറുതാകുമ്പോൾ തന്നെ ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുള്ള ഈ അടൻ്റെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഞങ്ങളിപ്പോഴും പെരുന്നാൾ വരുമ്പോൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കടലപ്പരിപ്പ് കൊണ്ടാണ്. കടലപ്പരിപ്പും തേങ്ങയും ഇട്ടിട്ടുള്ള ഒരു അടാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഈ ഒരു കടലപ്പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുക്കറിലായാലും അല്ലെങ്കിൽ സാധാരണ വേവിച്ചെടുക്കുന്ന പോലെ നന്നായിട്ട് വേവിച്ചെടുക്കണ്ട. ഇതുപോലെ ഇരിക്കണം. നമ്മളൊന്നിങ്ങനെ പൊട്ടിച്ച് വെക്കുമ്പോൾ വെന്തിട്ടുള്ള ആ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് അവിടെ കടലപ്പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4-5 ഏലക്കായ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മധുരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞങ്ങളൊക്കെ ചെറുതാവണ കാലത്തെ പഞ്ചസാര ഇട്ട അടാണ് ഞങ്ങൾ തിന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പഞ്ചസാര മാറ്റിയിട്ട് ശർക്കര ഉണ്ടാക്കാറുണ്ട്. കൂടുതലും ശർക്കര ഇട്ടിട്ടുള്ള അടാണ് ഇപ്പോൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ശർക്കര ഇട്ടിട്ടും ഈ അട ഉണ്ടാക്കാം. പിന്നെ അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായി നുറുക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് കുഴച്ചതിന് ശേഷം ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പരിപ്പ് ഇടുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട്. കുറച്ച് തേങ്ങ മതിയാവും കേട്ടോ. നമ്മൾ സാധാരണ എടുക്കണേലും കുറച്ച് തേങ്ങ മതി. അപ്പോൾ ഞാൻ എന്താ അവിടെ പരിപ്പിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തിന്നാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചെറുതാകുമ്പോഴൊക്കെ ഇതുപോലെ തന്നെ മരത്ത് പോയിട്ട് ഇത് വാങ്ങി തിന്നും. അപ്പോൾ നിങ്ങളത് കുഴക്കണ സമയത്ത് ഒരു സ്പൂൺ ഇതെടുത്ത് തിന്ന് കഴിച്ചു നോക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മാവൊക്കെ ഉണ്ടാക്കണം അട ചുടാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അവിടെ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്കിവിടെ കുറച്ച് മൈദ എടുക്കാം. ഞാൻ ഇവിടെ ആവശ്യത്തിന് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൈദയിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളം ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ടാണ് ഈ ഒരു അടൻ്റെ റെസിപ്പി കേട്ടോ. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന അതേ ഒരു രുചിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നാണെങ്കിൽ എല്ലാ പെരുന്നാളിനും, ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനൊക്കെ ഒരു സ്പെഷ്യൽ ഇത് തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഉരുളകളാക്കി വെക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് നമ്മൾ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇലയിലാണ് പരത്തുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഓരോ ഉരുള എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കൈ കൊണ്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചെടുക്കാം. അല്ലാണ്ടെങ്കിൽ നമുക്ക് കോയിൽ കൊണ്ട് പരത്തിയിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കോയിൽ കൊണ്ട് പരത്തിയിട്ട് തന്നെയാണ് ഇതിൽ വെച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ കോയിലുമ്പോൾ തന്നെ പരത്തിയിട്ട് ഇതിൽ വെച്ചെടുക്കുക ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചെടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ഇലയിലും ഇതുപോലെ ഇട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഡ്ഡലി തട്ടിലൊക്കെയാണ് വെക്കാറുള്ളത്. പക്ഷെ അന്നൊക്കെ ഇതുപോലെ ചെറിയൊരു ചെമ്പെടുത്തിട്ട് അതിലേക്ക് തെങ്ങിൻ്റെ കൊതിച്ചിലൊക്കെയാണ് വെച്ചെടുക്കാറുമ്മ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ കൊതിച്ചിൽ കിട്ടാനും പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിരട്ടാണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. ചെമ്പിൽ ഇതുപോലെ ഇന്ന് ചിരകിയിട്ടുള്ള ചിരട്ടാണ് കേട്ടോ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ചിരട്ട വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി അതിൻ്റെ മേലെ ഞാനൊരു 2 ഇല ഫ്രീ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടയൊന്നും ഇല്ലാത്ത 2 ഇല ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതലായിട്ട് ഇതിൻ്റെ അടമ്മൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ അടയും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ചെമ്പ് അടുപ്പിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അടുപ്പിൽ കത്തിക്കുമ്പോൾ ഒരൊറ്റ ട്രിപ്പിന് തന്നെ നമ്മൾ അടക്ക വെന്ത് കിട്ടും. എത്ര അട ഉണ്ടോ അതൊക്കെ ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അവിടെ അടുപ്പത്തൊക്കെ വെച്ചിട്ട് പകുതി മുക്കാലും വേവോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അട വെന്തിട്ടുണ്ടാവും. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അട കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. പാടൊക്കെ വെന്തതിന് ശേഷം അട ഓരോന്നായിട്ട് എടുത്ത് തിന്നാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.